ഹലോ ഗായ്സ്, പാലക്കാട് ടൂറിസ്റ്റുകൾക്ക് എന്തുണ്ടെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടി. യെസ്, തനിമ ഫാം സ്റ്റേ. ഒരു 36 ഏക്കറിൽ ഒരു കർഷക കുടുംബം സ്റ്റാർട്ട് ചെയ്ത തൻ്റെ സംരംഭത്തിൽ ഇന്ന് കേരളത്തിൽ അറിയപ്പെട്ട ഒരു ഫാം സ്റ്റേ ആക്കി മാറ്റിയ ഒരു കുടുംബത്തിൻ്റെ കഥയാണ് ഞാൻ ഒരു വീഡിയോ പറയാൻ പോണത്. അപ്പം നമ്മളോട് ആ ഒരു കുടുംബത്തിൻ്റെ വിജയരഹസ്യം പങ്കുവെക്കാനായിട്ട് ആ കുടുംബത്തിൻ്റെ ഒരു മകനാണ് നാം സംസാരിക്കാൻ വരുന്നത്. ഹായ് ഓൾ, ബിസിനസ് ടോക്ക് വിത്ത് ട്രാവലുകളുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കൂടെയുള്ളത് നമുക്കറിയാം, പാലക്കാട് തന്നെ എല്ലാവരുടെയും അഭിപ്രായം പോലെ തന്നെ ഏകദേശം 36 ഏക്കറിൽ ഒരു ഫാം സ്റ്റേയുടെ ഒരു ഓണറാണ്. നമുക്ക് പരിചയപ്പെടാം. സാർ വെൽക്കം. സാറിനൊന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, എൻ്റെ പേര് റൈനോൾഡ് സ്കറിയ. ഞങ്ങളുടെ ഫാമിലി റൺ ബിസിനസ്സാണ്. ഞാൻ കുറേ കാലം ഒരു അമേരിക്കൻ കമ്പനിയിൽ ഒരു 15 വർഷത്തോളം സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ. അല്ല, എനിക്ക് ഇന്ത്യ സൗത്ത് ഏഷ്യ ആയിരുന്നു. ഞാൻ ബിസിനസ് മെഡിക്കൽ എക്യുപ്മെന്റ്സിൻ്റെ ആയിരുന്നു. അപ്പോൾ ആ സമയത്താണ് കുറേ എൻ്റെ ഫ്രണ്ട്സൊക്കെ കോയമ്പത്തൂരും കൊച്ചിയിലൊക്കെ വർക്കിൻ്റെ കാര്യത്തിന് വരുമ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ താജിലും റമദയിലൊക്കെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു തവണ അവർ ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ അന്ന് ഈ ടൂറിസം തുടങ്ങിയിട്ടില്ല. ഒരു ഫാം ഹൗസും അതിനകത്ത് AC പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലൈവായിട്ട് ഫിഷിംഗ് ചെയ്യും, പിന്നെ ഒരു ക്യാമ്പ് ഫയർ അറേഞ്ച് ചെയ്യും. പിന്നെ ഈ ബക്കറ്റ് ചിക്കൻ പോലുള്ള സംഭവങ്ങളൊക്കെ കോവിഡിന്റെ സമയത്ത് ഹിറ്റായല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് പേര് വന്നപ്പോൾ അവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവർ ഇടയ്ക്ക് വർക്കിന് വേണ്ടി കൊച്ചിയിലോ കോയമ്പത്തൂരൊക്കെ വരും. അവർ പറയും അവർക്ക് കമ്പനി തരുന്ന സ്റ്റേ വേണ്ട, ഇവിടെ വന്ന് ഈവനിങ് ഒന്ന് ഇരുന്നിട്ട് പോകാന്ന് പറയുന്നത്. അതെ, അപ്പോൾ അതൊരു മോട്ടിവേഷൻ ആയിരുന്നു. പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ ജോയിന്റ് ഫാമിലിയാണ്. ഒരു ചേട്ടനുണ്ട്, ഒരു അനിയനുണ്ട്, പപ്പ മമ്മി, ഞങ്ങളുടെ ഭാര്യമാരും മക്കളും എല്ലാവരും കൂടെ ഫാമിലിയാണ്. അപ്പോൾ അനിയന്റെ ചേട്ടന്റെയും സുഹൃത്തുക്കളൊക്കെ ഇടയ്ക്ക് ഇത്ര ബുക്ക് എഴുതാനൊക്കെ ആയിട്ടോ എന്തെങ്കിലും റിസർച്ച് ചെയ്യാനൊക്കെ ആയിട്ടൊക്കെ വരുമ്പോൾ അറ്റ്മോസ്ഫിയർ വല്ലാതെ ഇഷ്ടപ്പെടുവായിരുന്നു. അതെ, അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇതൊരു ടൂറിസത്തിലേക്ക് മാറിയാലോ എന്നുള്ളൊരു ചിന്ത വരുന്നത്. അതിന്റെ കൂടെ തന്നെ ഞാൻ ഇന്ത്യൻ സ്കൂൾ ഓഫ് ബിസിനസ് എന്നൊരു MBA ചെയ്തിരുന്നു ഈ കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ. അപ്പൊ അതിലൊരു കേസ് സ്റ്റഡിയും കുറെ ഇൻസ്പയർ ചെയ്തു. ബിസിനസ് മോഡൽ ഇന്നോവേഷൻ. നമുക്ക് ഓൾറെഡി ഒരു ബിസിനസ് മോഡൽ ഉണ്ട്, അത് ലാഭകരം അല്ലെങ്കിൽ അതെങ്ങനെ റീഇൻവെന്റ് ചെയ്യാം, പുതിയ ബിസിനസ്സിലേക്ക് പോകുന്നതല്ല. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ കൃഷി പപ്പ 2004 കർഷക ഞാനത് ആർട്ടിക്കിൾ കണ്ടായിരുന്നു. അതായത് പപ്പ എത്ര 50 വർഷമായിട്ട് കൃഷി ചെയ്യുന്ന വ്യക്തിയായിരുന്നു അല്ലേ? അതെ, 50 അല്ല അതിലേക്കുള്ളൂ. അപ്പൊ 75 വയസ്സായി. 14-ാം വയസ്സിൽ കൃഷി സ്റ്റാർട്ട് തുടങ്ങിയതാണ്. അപ്പൊ 61 വർഷത്തെ കൃഷി എക്സ്പീരിയൻസ് ഉണ്ട്. കർഷകശ്രീ അവാർഡ് വിന്നറാണ്, MS സ്വാമിനാഥൻ അവാർഡ് വിന്നറാണ്, ബയോഡൈവേഴ്സിറ്റി കേരള ഗവൺമെന്റ് ബയോഡൈവേഴ്സിറ്റി സർട്ടിഫൈഡ് ഫാമാണ്. ഇത്രയൊക്കെ ആയിട്ടും നമ്മൾ ഒരു കണക്ക് നോക്കുമ്പോൾ കൃഷി ലാഭകരമല്ല. അല്ല, ചില സീസണിൽ ഇപ്പൊ തേങ്ങയ്ക്ക് വില കൂടും എന്ന് വെച്ച് നമ്മൾ കുറെ തെങ്ങ് തോട്ടം മേടിച്ച് കഴിഞ്ഞാൽ നഷ്ടമാവും. അപ്പൊ നമുക്ക് കൃഷി കണ്ടിന്യൂ ചെയ്ത് പോവും വേണം. അപ്പൊ ഇതൊരു അല്ലെങ്കിൽ കൃഷിത്തോട്ടമൊക്കെ വിറ്റ് അതിനൊരു മനസ്സ്. കാരണം നമ്മുടെയൊക്കെ റൂട്ട്സ് കൃഷിയിലാണല്ലോ. അപ്പൊ നമ്മുടെയൊക്കെ 2 തലമുറ മുമ്പ് പോയി കഴിഞ്ഞാൽ 99% ആൾക്കാരുടെയും പൂർവികന്മാര് കൃഷിക്കാരാണ്. അപ്പൊ നമ്മുടെ ബ്ലഡിൽ ആ കൃഷി എന്നുള്ള സംബന്ധം DNA ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞങ്ങൾ പല കമ്പനികളിൽ വർക്ക് ചെയ്യുമ്പോഴും ഒക്കെ കൃഷിയോടൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ കൃഷി നമുക്ക് ടൂറിസം ആക്കിയാലോ എന്നുള്ള ഒരു ആശയം ഇങ്ങനെ പല പല സന്ദർഭങ്ങളിൽ നിന്ന് വന്നത് ഞാൻ കണ്ടിട്ടുണ്ടായി. അത് കൃഷി പണ്ടത്തെ കൾച്ചർ പ്ലസ് പുതിയൊരു എന്താ പറയുക ആരോഗ്യം പ്ലസ് സ്റ്റേ ആ ഒരു ഉൾപ്പെടുത്തിയിട്ടാണ് തനിമ എന്ന് പറഞ്ഞൊരു ഫാം സ്റ്റേ വന്നത് കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഇത് സാർ പറഞ്ഞു, ഇത് ശരിക്കും ഒരു കുടുംബത്തിന്റെ ഫാമിലിയുടെ ഒരു ആശയമാണ് ഈ ഒരു കൺസെപ്റ്റ് എന്നുള്ളതല്ലേ. ഈ ഒരു വന്ന കസ്റ്റമേഴ്സിന്, എനിക്ക് അടുത്തൊരു കാര്യം കസ്റ്റമർ ഭാഗത്ത് ഞാൻ ചോദിക്കുകയാണ്, ഈ ഒരു വന്ന കസ്റ്റമേഴ്സിന് അവർക്ക് ഇവിടെ എന്തൊക്കെയാണ് മെയിനായിട്ട് ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു ഫാം സ്റ്റേയിൽ? അതെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആലോചിച്ച സംഭവം. ഇപ്പം ഞാൻ പല കേസ് സ്റ്റഡീസൊക്കെ റിവ്യൂ ചെയ്തപ്പോൾ സാധാരണ ആൾക്കാർ ടൂർ പോകുന്നത് ഒന്നെങ്കിലും ഒരു ഹിൽ സ്റ്റേഷൻ ട്രക്കിങ്ങിനും അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള ഊട്ടി കൊടൈക്കനാൽ പോലെ പോകാറുണ്ട്, അല്ലെങ്കിൽ ഹൗസ് ബോട്ട് ആലപ്പുഴ, അല്ലെങ്കിൽ ബീച്ച്, അല്ലെങ്കിൽ നല്ല മെട്രോ സിറ്റികൾ, ഇവിടെയൊക്കെയാണ് ടൂർ പോകുക. അപ്പോൾ എന്തിന് ആണ് ആൾക്കാർ നെല്ലേപ്പള്ളി പോലത്തെ ഒരു വില്ലേജിലേക്ക് ടൂറിന് വരുന്നത്? വല്ലപ്പോഴും വല്ല ഫോറിനേഴ്സ് ഒക്കെ വില്ലേജ് ടൂറിസം പോലെ വരും. നമുക്കൊരു പാഷൻ റിയൽ മോഡൽ ആവണമെങ്കിൽ സസ്റ്റൈനബിൾ ഇൻകം വേണം. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് കോവിഡിന്റെ സമയത്ത് കുറെ സമയമുള്ളപ്പോൾ ഡിബേറ്റ് ചെയ്യുമായിരുന്നു, നമുക്ക് എന്താണ് വ്യത്യസ്തമായിട്ട് അനുഭവം കൊടുക്കാൻ പറ്റുക എന്നുള്ളത്. ചുമ്മാ ഒരു ഫാം ടൂറിസം തുടങ്ങിയോണ്ട് കാര്യമില്ല. അപ്പോഴാണ് നമ്മൾ ആലോചിച്ചത്, ഫാം മാത്രം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1-2 മണിക്കൂർ കഴിയുമ്പോൾ പലർക്കും ബോറടിക്കും. കാരണം അതാണ് സബ്ജക്റ്റ് അല്ല. പക്ഷെ ഫാം വേണം, റിസോർട്ട് പോലെ ആവാനും പാടില്ല. അതിലൂടെ ഫാം ഫ്രഷ് ഫുഡ് നമുക്ക് ആഡ് ചെയ്യാം. കാരണം ഫുഡ് ആർക്കും ബോറടിക്കാത്ത സംഭവമാണ്. നല്ല ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ റിപ്പീറ്റ് വാല്യൂ വളരെ ഹൈ ആണ്. ഇപ്പൊ നമ്മളൊരു സിനിമ ഇഷ്ടപ്പെട്ട സിനിമ ഒരു തവണ കാണുള്ളൂ, അല്ലെങ്കിൽ അത്ര ഇഷ്ടപ്പെട്ടായിരിക്കണം, രണ്ടാമത് പോകില്ല, അതും പോകാറില്ല. പക്ഷെ നമുക്കൊരു കടയിലെ ബിരിയാണി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് നമ്മള് അപ്പൊ തന്നെ രണ്ടാമത് കഴിക്കില്ലായിരിക്കും. പക്ഷെ ഒരാഴ്ച ചെയ്യുമ്പോൾ വീണ്ടും അങ്ങോട്ട് പോകും. പാരഗൺ അല്ലെങ്കിൽ ആനന്ദ ഭവൻ ഇതുപോലത്തെ ബ്രാൻഡ് റിപ്പീറ്റ് വാല്യൂ ഹൈ ആണ്. അപ്പൊ ഞങ്ങൾ ആലോചിച്ചു, നല്ല ഫുഡ് കൊടുക്കുകയാണെങ്കിൽ റിപ്പീറ്റ് വാല്യൂ കൂടും. പിന്നെ നല്ല ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ പല കംപ്ലൈൻസും ആൾക്കാർക്ക് ഉണ്ടാവില്ല. അത് നമ്മുടെ പൊതുവേ ഉള്ളതാണ്. പിന്നെ അതിന്റെ കൂടെ നമുക്ക് ആക്ടിവിറ്റീസ് കുറെ ബിൽഡ് ചെയ്യണം തോന്നി. കാരണം കൃഷിയും ഭക്ഷണം ആയി കഴിഞ്ഞാൽ ബാക്കി സമയത്ത് കാരണം നമ്മൾ കാറ്റർ ചെയ്യുന്നത് 3 വയസ്സുള്ള കുട്ടികൾ മുതൽ 85-90 വയസ്സുള്ള സിറ്റിസൺസ് വരെയാണ്. അപ്പൊ എല്ലാവരും നമുക്ക് എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റണം. അപ്പൊ നമുക്ക് തോന്നി കുറെ ട്രഡീഷണൽ നിർമ്മിതികൾ വേണം. പിന്നെ എല്ലാം എക്കോ ഫ്രണ്ട്ലി ആയിരിക്കും, ഒരു എക്കോ ഹാബിറ്റായിട്ട് എന്നുള്ള കോൺസെപ്റ്റില് സസ്റ്റൈനബിൾ ആയിട്ടുള്ള. അപ്പൊ നമ്മുടെ കൺസ്ട്രക്ഷൻസ് 90% സിമെന്റ് വളരെ കുറച്ച് ഉപയോഗിച്ച് വെട്ടുകല്ല് കൊണ്ട് നിർമ്മിച്ചതാണ്. അതുപോലെ കുറെ ബാമ്പുവും സസ്റ്റൈനബിൾ ആയിട്ടുള്ള
രീതിയിലുള്ള കൺസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ അത് ഈ നല്ല നൊസ്റ്റാൾജി ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. തീർച്ചയായിട്ടും. അതിന്റെ കൂടെ ഈ കുട്ടികൾക്ക് ആക്ടിവിറ്റീസ്, അവർക്ക് ഈ പറഞ്ഞ പോലെ കൺസ്ട്രക്ഷൻ സസ്റ്റൈനബിലിറ്റി ഒന്നും മനസ്സിലാവണമെന്നില്ല. അവർക്ക് ഈ പെറ്റ്സിന്റെ കൂടെയുള്ള കുറെ ഗെയിംസ്, അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറെ ആക്ടിവിറ്റീസ്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കൂടെ ഒരു മിശ്രിതമാക്കി എടുത്തപ്പോൾ എല്ലാ പ്രായക്കാർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. അത് ഞാൻ വന്ന് കയറിയിട്ട് ഞാൻ സാറിനോട് ഇന്റർവ്യൂ എന്നുള്ളത് എനിക്ക് ലാസ്റ്റ് വെക്കണം തന്നെ ആഗ്രഹം. കാരണം എനിക്കത് ഫീൽ ചെയ്തിട്ടാണ് നമ്മളുടെ ഈ ഒരു കമ്മ്യൂണിറ്റി നമ്മളുടെ കസ്റ്റമേഴ്സിലേക്ക് കൊടുക്കാന്നുള്ളത്. കാരണം വന്ന് കയറിയപ്പോൾ തന്നെ വന്നൊരു ഗൈഡ് ഞങ്ങളെ പിക്ക് ചെയ്തിട്ടുണ്ടായി. ഞങ്ങൾ റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്ത് പിന്നെ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ഈ സമയം വരെ നിൽക്കാൻ വെറുതെ റെസ്റ്റ് എടുക്കാനുള്ള സമയം അല്ലാണ്ട് ഫുൾ ആക്ടിവിറ്റി ഭയങ്കര ഹാപ്പി ആയി. അവൻ സാറിന് ഓർമ്മിപ്പിക്കുന്നു, ഞാൻ റിസോർട്ട് റണ്ണിങ് എന്ത് ചെയ്യുന്നുണ്ട് നിലവിൽ എറണാകുളത്ത് ചെറായി നടത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവൻ എൻ്റെ സ്റ്റാർട്ടപ്പ് സമയത്ത് എന്നോട് കുറേ പേര് വെച്ച് കുറേ കളിയാക്കലുണ്ടായി. ഇതൊരു സംരംഭകർക്ക് വേണ്ടിയുള്ള ഒരു അഡ്വൈസാണ്. കാരണം നിങ്ങൾ അവിടെ തുടങ്ങി വിജയിക്കോ. അപ്പോൾ എനിക്ക് സാറിനോട് ചോദിക്കാനുള്ള, സാറ് നേരത്തെ ഓർമ്മിപ്പിച്ച ഒരു വില്ലേജിലാണ് സ്റ്റാർട്ടപ്പ് ചെയ്തത്. അപ്പോൾ പാലക്കാട് പറയുമ്പോൾ തന്നെ ടൂറിസം വലിയൊരു ഇതെനിക്ക് തോന്നിയിട്ടില്ല, എനിക്ക് ഒരു കേട്ടറിവില്ല. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു വില്ലേജിൽ സ്റ്റാർട്ടപ്പ് ചെയ്തപ്പോൾ ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ ഫാമിലി സർക്കിളിൽ ഭയങ്കര ഒരു കളിയാക്കലുണ്ടാവില്ല. കാരണം കൃഷി എന്നുള്ള അവരുടെ ചിന്തയിൽ പ്രോഫിറ്റബിളാണ്. കാരണം ഇത്ര ഏക്കർ എടുത്ത് നിങ്ങൾ റിസോർട്ട് ബിൽഡ് വെച്ച് കളിയാക്കലുണ്ടാവില്ലേ. അപ്പോൾ ആ കളിയാക്കലുകൾക്ക് ഒരു മറുപടി ആയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ പറയണവർക്ക് ഒരു മറുപടി ആയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രചോദനം കിട്ടാൻ വേണ്ടിയിട്ട് സാറിനൊന്നൊരു ഫീൽ, ആ ഒരു മോട്ടിവേഷൻ ആയിട്ട് എന്താ തോന്നിയത്? അല്ല, അതിൽ ഈ പറയുന്ന പോലെ ഈ കളിയാക്കലല്ല, ഡീമോട്ടിവേഷൻസ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഒരു നല്ല ഉദ്യോഗത്തിലായിരുന്നു അമേരിക്കൻ കമ്പനിയിൽ. അത് ഞാൻ റിസൈൻ ചെയ്തു കുറച്ച് നാൾ മുമ്പ്. ഫുൾ ടൈം ഇതിലേക്ക് മാറിയപ്പോഴൊക്കെ ഇത്രയും നല്ല ജോലി, എത്ര കഷ്ടപ്പെട്ട പൊസിഷനിലേക്ക് എത്തി. അത് റിസൈൻ ചെയ്ത് മണ്ടത്തരമല്ലേ? ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇത്രയ്ക്കും വില്ലകളും പൂളുകളും ഒക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇത് ചിലപ്പോൾ ഒരു ആരംഭ ശൂരത്വം പോലെ ഒരു വർഷമൊക്കെ അത് ഓടുമായിരിക്കും. പിന്നെ അത് സസ്റ്റൈനബിൾ അല്ലാതെ പോകുമെന്നുള്ള പേടികൾ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ ഞാൻ ആലോചിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പാരലൽ ഇൻകം ഉണ്ട്, വേറെ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കമ്പനിയിൽ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് വന്നത് ഫുൾ ടൈം ഇതിലേക്ക് മാറാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് ആണ് ഇതിൽ എടുത്തത്, ബ്ലൈൻഡ് റിസ്ക് അല്ല. പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആലോചിച്ചൊരു സംഭവം, ഇപ്പം എല്ലാ പാഷനും റൺ ചെയ്യണമെങ്കിൽ പ്രോഫിറ്റ് വേണം. ഓക്കെ, പ്രോഫിറ്റിൽ എയിം ചെയ്യുന്ന ഒരിക്കലും തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ പ്രോഫിറ്റിൽ മാത്രം എയിം ചെയ്യുന്നതാണ് നമുക്ക് ബിസിനസ് കുറച്ച് ചെയ്യുമ്പോൾ പൈസ എന്നുള്ളതിലേക്ക് മാത്രം മാറും. അപ്പോൾ ഞങ്ങളൊരു ട്രിപ്പിൾ ലൈൻ ബോട്ടം ലൈൻ എന്നുള്ള ഫിലോസഫി ഉണ്ട്. ബോട്ടം ലൈൻ എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥാപനത്തിന്റെയും ചെലവും വരവും എല്ലാം കഴിഞ്ഞ് അടിയിൽ വരുന്ന സംഭവമുള്ള ബോട്ടം ലൈൻ, ലാഭം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഡിസൈഡ് ചെയ്തത് നമ്മുടെ ട്രിപ്പിൾ ലൈൻ ബോട്ടം ലൈൻ ഫോളോ ചെയ്യണം. ട്രിപ്പിൾ ബോട്ടം ലൈൻ, അത് ഒന്ന് പീപ്പിൾ, അതായത് നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങൾക്കും നമ്മുടെ സ്റ്റാഫുകൾക്കും ഇതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാവണം. രണ്ടാമത്തെ പ്ലാനറ്റ്, നമ്മൾ എക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം. നമ്മുടെ പ്രപഞ്ചത്തിനും പ്ലാനറ്റിനും, അതായത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് കാർബൺ ഫുട് പ്രിന്റ് കുറയ്ക്കാനായിട്ടോ അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കാനൊക്കെ ആയിട്ട് ഇതെങ്ങനെ നിങ്ങൾക്ക് ഗുണകരമാവുമോ, അല്ലെങ്കിൽ കുറേ പേർക്ക് നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ ഗുണകരമാവുമോ, കുറേ പേർക്ക് കൃഷി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഗുണകരമാവുമോ എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ പ്രോഫിറ്റും. ഈ മൂന്ന് നമ്മൾ എന്ത് ഇനീഷ്യേറ്റ് ചെയ്യുമ്പോഴും ഈ പീപ്പിൾ, പ്ലാനറ്റ്, പ്രോഫിറ്റ്, ഈ മൂന്നും ടച്ച് ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഏത് ഇനിഷ്യേറ്റീവ് ചെയ്യുമ്പോഴും ചെയ്യാറുണ്ട്. മൂന്നും ഒപ്പം പോകണം. ശരിക്കും അത് ഇപ്പൊ ആദ്യം ഡിമോട്ടിവേറ്റ് ആൾക്കാർക്ക് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊരു വിജയത്തിന്റെ ഒരു സംരംഭമായിട്ട് മാറിക്കഴിഞ്ഞല്ലേ. പിന്നെ അപ്പൊ ഞാൻ നേരത്തെ സാർ ഓർമ്മിപ്പിച്ചു, ഞാൻ പറയണ്ടായി സ്റ്റാഫുകളുടെ എണ്ണം പറയണ്ടായി. കാരണം ഇത്രയും ഒരു 36 ഏക്കറിൽ ഒരു റിസോർട്ട് ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു മെയിൻറ്റെയിൻ ചെയ്യണം. മെയിൻറ്റെയിൻ ആണ് ഏറ്റവും വലിയ പ്രയോറിറ്റി. കാരണം സർവീസ്, അതിനുവേണ്ടി എത്രത്തോളം സ്റ്റാഫുകൾ, എത്ര കുടുംബങ്ങളിൽ ഇപ്പൊ വരുമാനം എന്ത് ചെയ്യേണ്ടി പോകുന്നുണ്ട്. ഇപ്പൊ നമുക്കിപ്പോ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എംപ്ലോയ്മെന്റ് കൊടുത്തിരിക്കുന്നത് 150ഓളം എംപ്ലോയീസ് ഉണ്ട്. 150ഓളം 150ഓളം ഉണ്ട്. അതിൽ പെർമനന്റ് ആയിട്ടുള്ള ഒരു 100 to 110ഓളം ആൾക്കാർക്ക് സ്ഥിര വരുമാനമുണ്ട്. ബാക്കി ഇപ്പൊ കോളേജ് കുട്ടികളൊക്കെ വെക്കേഷൻ ടൈമിലും വീക്കെൻഡ്സിലും ഹോളിഡേസിലും നമുക്ക് ഗസ്റ്റ് വരുമ്പോൾ ഗൈഡിങ്ങിനും സർവീസിനൊക്കെ ആയിട്ട് അങ്ങനെ. എനിക്കൊരു അടുത്തൊരു ആശയം, ഞാൻ ഇപ്പൊ പറഞ്ഞില്ല, എനിക്ക് ട്രാവൽസ് ആണ്, അതിലാകെ 8 സ്റ്റാഫുകളെ എനിക്ക് നിലവിലുള്ളൂ. പക്ഷെ എങ്കിൽ പോലും പല നമ്മുടെ യാത്രയിലാണെങ്കിലും പല സമയത്ത് വരെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു എനിക്ക് ചലഞ്ചസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ എന്നെ പോലെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് യുവ സംരംഭകേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവർക്കൊരു അഡ്വൈസ് ആയിട്ട് ഇപ്പൊ ഏകദേശം 160 സ്റ്റാഫ് ഉണ്ടെന്ന് പറഞ്ഞു. അത് പെർമനന്റും ടെമ്പററി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവരെല്ലാവരും വന്നു കയറി കഴിഞ്ഞാൽ ഒരാൾ പോലും ചിരിക്കാണ്ട് ഞങ്ങൾ പെരുമാറിയിട്ടില്ല ഇന്നലെ മുതൽ. കാരണം ഒരു മടുപ്പ് സ്വാഭാവികമായിട്ട് ഇത് വരുമല്ലോ, ഇത്രയും വർഷമായിട്ട് ഒരു ബുദ്ധിമുട്ട് വരുമല്ലോ. കാരണം ഫാമിലി ഇഷ്യൂസ് എന്തെങ്കിലുമായിട്ട് വരാറുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഒരാൾ പോലും ഞങ്ങളുടെ ഒരു ചിരിക്കാത്ത മുഖമായിട്ട് ആരും പെരുമാറിയിട്ടില്ല. എല്ലാവരും അതിന്റെ ഒരു സ്റ്റാഫിനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ടിപ്സ് എന്ന് പറയാമോ? സത്യം പറഞ്ഞാൽ അതിൽ ഇപ്പം ചില ചോദിക്കാറുണ്ട് എന്താ നിങ്ങൾ ട്രെയിനിങ് കൊടുക്കണം എന്നൊക്കെ. പക്ഷെ അതിൻ്റെ ഒരു ക്രെഡിറ്റും ഞാൻ എടുക്കുന്നില്ല, ടു ബി ഫ്രാങ്ക്. കാരണം ഇപ്പോൾ ചില എംപ്ലോയീസ് ഒക്കെ വന്ന് സാലറി കിട്ടും, ഇൻസെൻറ്റീവ് കിട്ടുമ്പോഴൊക്കെ താങ്ക് ചെയ്യും. ഞാൻ പബ്ലിക്കിൽ എപ്പോഴും ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ്, ഞങ്ങൾ എംപ്ലോയർ ആണല്ലോ, എംപ്ലോയിഡ് ആണ് കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത്. കാരണം എത്ര വലിയ ഐഡിയ ഉണ്ടെങ്കിലും, എത്ര വലിയ കുറേ പൈസ ഉണ്ടെങ്കിലും, നല്ല എംപ്ലോയീസ് ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. പക്ഷേ എംപ്ലോയീസിന് വേണമെങ്കിൽ വേറെ ജോലി കിട്ടുമായിരിക്കും. പക്ഷേ എംപ്ലോയർക്ക് നല്ല ടാലൻറ്റ് കിട്ടുന്നത് ഭയങ്കര ലക്കാണ്. അപ്പോൾ പല വികസിത രാജ്യങ്ങളിലെ മേജർ പ്രോബ്ലം എന്താണ്? മാൻ പവർ ഇല്ല. അപ്പോൾ ഒരു എൻ്റർപ്രണറുടെ ഏറ്റവും വലിയ അസറ്റായിട്ട് അവർ കാണേണ്ടത്
അവരുടെ എംപ്ലോയീസിനെയാണ്. കാരണം എംപ്ലോയീസിന് ഹാപ്പി ആയി കഴിഞ്ഞാൽ, ഹാപ്പി ആക്കുക എന്ന് പറഞ്ഞാൽ ശമ്പളം കൊടുക്കൽ മാത്രമല്ല, മാന്യമായിട്ടുള്ള ശമ്പളം, മാന്യമായിട്ടുള്ള ഇൻസെൻറ്റീവ്, ഓവർ ടൈം, അവരുടെ ESI PF ഉള്ള കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ അവരുടെ പർപ്പസ് എന്താണെന്ന് ചോദിക്കണം. ഇപ്പോൾ പൈസ മാത്രമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, ഇപ്പോൾ ഞങ്ങൾ തമാശ ഏക ലാഭമുള്ള കൃഷി കഞ്ചാവ് കൃഷിയാണ്. കഞ്ചാവ് കൃഷി ചെയ്ത് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ കള്ളക്കടത്ത് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ പൈസ മാത്രമല്ല പലരുടെയും ലക്ഷ്യം. ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ പൈസ പൈസ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അത് കൂടെ വേറെ എന്ത് പർപ്പസാണ് അവർ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ റിപ്പീറ്ററായിട്ട് പറയണത്, ഇവിടെ ഗസ്റ്റ് പല സ്ട്രെസ്സും ഒക്കെ ആയിട്ട് വന്നു പോകുന്ന ഗസ്റ്റ് തിരിച്ചു പോകുമ്പോൾ നല്ല ഓർമ്മകളായിട്ട് പോകുന്നുണ്ടെങ്കിൽ അവർ നമ്മളെയും നിങ്ങളെ എന്നും ഓർക്കും. അതിലേക്ക് നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ മീറ്റ് ചെയ്യുന്ന പർപ്പസ് വളരെ വലുതാണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ പീപ്പിൾ, പ്ലാനറ്റ്, പ്രോഫിറ്റ് എന്നുള്ളതിൽ ഇവരെല്ലാവരും അലൈൻഡ് ആണ്. എല്ലാവരും ആ ഒരു കോൺസെപ്റ്റിൽ അലൈൻഡ് ആണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പിന്നെ ആദ്യം മുതലുള്ള കുറേ സ്റ്റാഫുകൾ നല്ല രീതിയിലുള്ള ഒരു കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് 3 years ആയാലും ടൂറിസം 3 yearsോളം അത് അപ്പോൾ മുതലുള്ള സ്റ്റാഫ് എല്ലാവരും ഉണ്ടല്ലേ? മിക്കവാറും എല്ലാ നമുക്ക് അട്രീഷൻസ് പൊതുവെ കൺഫർമേഷൻ ആവുന്ന എംപ്ലോയീസ് അട്രീഷൻസ് വളരെ കുറവാണ്. പിന്നെ ചിലർ ഹയർ സ്റ്റഡീസും മെറ്റർണിറ്റി ലീവും കല്യാണം കഴിഞ്ഞ് പോകുന്നതായിട്ടില്ല. പിന്നെ നമ്മുടെ എംപ്ലോയീസിൽ 90% വിത്തിൻ ദ വില്ലേജ് എന്നുള്ളതാണ്. ഈ നെല്ലിപ്പള്ളി ഗ്രാമത്തിൽ നിന്നുള്ള ആൾക്കാരാണ്. അതിൽ സ്ത്രീകളുടെ റെപ്രസെന്റേഷൻ വളരെ ഹൈ ആണ്. നമുക്കൊരു 80% സ്ത്രീകളുടെ റെപ്രസെന്റേഷൻ ആണ്. അതും ചെറിയ കഥ പറഞ്ഞു കഴിഞ്ഞാൽ പപ്പ എപ്പോഴും പറയാറുണ്ട്, പപ്പ ഈ പറഞ്ഞ 7ാം ക്ലാസ് ഡ്രോപ്പ് ഔട്ടാണ്. ഈ ബിൽഡിങ്ങിലൊക്കെ എഞ്ചിനീയറിംഗ് പപ്പയാണ്. കാരണം ക്വാളിഫിക്കേഷൻ അല്ല സ്കിൽ എന്നുള്ളതിന്റെ ഒരു ഇതാണ്. എപ്പോഴും പറയുന്ന സംഭവം, ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ വീട്ടിൽ ഏണിംഗ് മെമ്പർ ആണെങ്കിൽ ആ വീട് പ്രോസ്പെറസിലേക്ക് എത്തുന്നുള്ളതിന്റെ കുറെ ഉദാഹരണങ്ങൾ. കാരണം പപ്പ കാലിത്തീറ്റ ബിസിനസ്സിലും തൊഴുത്തിലും കൃഷിയിലൊക്കെ ആയിട്ട് കുറെ ഫീമെയിൽ എംപ്ലോയീസ് ഉണ്ട്. അപ്പൊ അവരുടെ 2ാം തലമുറയും 3ാം തലമുറയും പപ്പ കണ്ടിട്ടുണ്ട് ഈ ഒരു 60 വർഷത്തെ. ഇതല്ലാണ്ട് വേറെ ഫാം ഉണ്ടല്ലോ, ഈ 36 ഏക്കർ അല്ലാണ്ട് നിങ്ങൾക്ക് വേറെ പുറത്തും ഫാം ഉണ്ടെന്നോട്? നമുക്ക് വേറെ 3 ഫാമും കൂടെ. അപ്പൊ ഇവിടെ ഗസ്റ്റുകൾ വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഹാർവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള അറേഞ്ച്മെന്റ് നമ്മൾ ചെയ്തു. ഇവിടെ കൊടുക്കുന്ന ഫുഡ് കാര്യങ്ങളൊക്കെ ഈ ഫാമിൽ തന്നെ എല്ലാം, അതായത് സത്യം ഒരു 80% നമ്മൾ ഫാമിൽ നിന്ന് തന്നെ ഹാർവെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്കിവിടെ മീൻ വളർത്തലുണ്ട്, അതുപോലെ നാടൻ കോഴി, താറാവ്, അതുപോലെ സംഭവങ്ങൾ വളർത്തുന്നുണ്ട്. അതുപോലെ ആട്, പശുക്കളുടെ ഒരു 50-60 പശുക്കളുടെ ഫാം ഉണ്ട്. പക്ഷെ എന്നാലും ഇപ്പൊ നേരത്തെ ഫിഷ് നമ്മൾ നമ്മുടെ ഫാമിൽ നിന്ന് മാത്രമായിരുന്നു. പക്ഷെ ഗസ്റ്റുകളുടെ എണ്ണം കൂടി, കപ്പാസിറ്റി കൂട്ടിയപ്പോൾ നമ്മൾ ലിമിറ്റഡ് ആയിട്ട് ഇവിടുന്ന് പിടിക്കാറുണ്ട്. പിന്നെ നമ്മൾ അടുത്തുള്ള ചില കുളങ്ങളുമായിട്ട് ചില ടൈപ്പ് സപ്ലൈസ് നമ്മുടെ ഈ വില്ലേജിൽ സംഭവം ഫ്രഷ് തന്നെ ആയിരിക്കും. പിന്നെ സാർ, ഞാൻ ഈ വീഡിയോ ജസ്റ്റ് യൂട്യൂബിലാണെങ്കിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ തനിമ എന്നുള്ളത് ഇപ്പോൾ പിന്നെ എല്ലാവർക്കും പോപ്പുലറാണ്. അപ്പോൾ നോക്കിയാൽ കുറെ ആൾക്കാരെ കമന്റ് ചെയ്യാൻ കണ്ട്. കാരണം ഞാൻ മഞ്ഞ മുമ്പ് നോക്കിയപ്പോൾ കമന്റ് ഉണ്ട്, ഭയങ്കര പ്രൈസ് ഹൈ ആണ്. ഒരു ഫാം ടൂറിസം ഇത്രയും ക്യാഷാ, റിസോർട്ടുകൾക്ക് പോലും ഇത്രയും ക്യാഷ് ഇല്ലാന്ന് പല ആൾക്കാരും കമ്പയർ ചെയ്യാനുണ്ട്. അപ്പൊ അത് പക്ഷെ എനിക്ക് ഇവിടെ വന്ന് കയറിയപ്പോ ഈ എമൗണ്ട് എന്നുള്ളതൊരു എമൗണ്ട് അല്ലാന്ന് ഫീൽ ചെയ്ത്. കാരണം ഇവിടെ ജീവിക്കുക ഞങ്ങൾ മാത്രമല്ല, ഞാൻ സാറിന് എനിക്ക് പരിചയം ചെറിയൊരു പരിചയം ഉണ്ടായിരുന്നുള്ളൂ. സാറ് പോലും രാത്രി പല സമയത്തൂടെ എന്ത് ചെയ്യണം, നടന്നുകൊണ്ടിരിക്കും, ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇതാണ് ഒരു ഗ്രാമത്തിൽ താമസിക്കാനുള്ള ഒരു ഫീൽ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അത് പറയണവർക്ക് സാറിൻ്റെ ഒരു മറുപടി ആയിട്ട്, അല്ലെങ്കിൽ അവർക്ക് എന്താ സാറിന് മറുപടി ആയിട്ട് കൊടുക്കാൻ പറ്റും? മറുപടി എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പം നിങ്ങൾ ഗൂഗിൾ റിവ്യൂസും ബാക്കിയുള്ള ഫീഡ്ബാക്ക് എടുത്തു കഴിഞ്ഞാൽ 99% നമ്മൾ കൃത്യമായിട്ട് ഡാറ്റ വെരിഫൈ ചെയ്യാറുണ്ട്. ക്വാളിറ്റി ടീം മിക്കവാറും നല്ലൊരു 25% സാമ്പിൾ എടുത്ത് വെരിഫൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് വರ್ತല്ല അല്ലെങ്കിൽ വാല്യൂ ഫോർ മണി അല്ല എന്ന് പറയുന്ന ആൾക്കാർ വളരെ മിനിമമാണ്. ഇപ്പോൾ ഒരു മാസം ഒരു 5000 കസ്റ്റം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 2-3 പേരൊക്കെയാണ് പ്രൈസ് കുറച്ച് കൂടുതലാണെന്ന് പറയുന്നുള്ളൂ, ഡാറ്റ വെച്ച് പറയുന്നതാണ്. പക്ഷേ ബുക്കിംഗ് ഡാറ്റ, അതായത് ടെലികോൾസിന് കോൾ വരുമല്ലോ, അതെ, എൻക്വയറിയിൽ വരുമ്പോൾ ചിലപ്പോൾ 10 കോൾ വരുമ്പോൾ 3-4 ബുക്കിങ്ങുകൾ ക്യാൻസൽ ആവുന്നതോ അല്ലെങ്കിൽ അവർ പിന്നെ പറയുന്നവർ വെക്കുന്നതൊക്കെ പ്രൈസ് കേട്ടിട്ടാണ്. പക്ഷെ ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് പ്രീമിയം ചാർജ് ചെയ്താൽ മാത്രമേ പ്രീമിയം എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ പലർക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പണ്ട് ഒരു പൊറോട്ട ബിരിയാണി കഴിക്കുമ്പോൾ ആദ്യം നോക്കുക 3-4 ഹോട്ടൽ എവിടെയാണ് ബിരിയാണിക്ക് ചിലവ് കുറവ് നോക്കും, റേറ്റ് കുറവ് നോക്കും, അവിടെ പോളൂ. ഇപ്പോഴത്തെ ജനറേഷനിൽ അല്ലെങ്കിൽ ഇപ്പൊ നമ്മളടക്കം എവിടെ നല്ല ബിരിയാണി കിട്ടും, അതെ, പ്രൈസ് ഫസ്റ്റ് പ്രിയോറിറ്റിയിൽ വരുന്നില്ല. പണ്ട് പൊറോട്ടയ്ക്ക് 5 രൂപയുടെ സ്ഥാനത്ത് 3 രൂപ ഉണ്ടെങ്കിൽ എന്റെ ഒക്കെ ചെറുപ്പകാലത്തിൽ 3 രൂപയുടെ പൊറോട്ട കടയിലേക്ക് പോകുമായിരുന്നു. ഇപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും 5 സ്റ്റാറിൽ പോകണം എന്നുള്ളതല്ല, നല്ല ഫുഡ് അല്ലെങ്കിൽ നല്ല എക്സ്പീരിയൻസ് എവിടെ കിട്ടുക. ഇപ്പൊ ഒരാൾ ലീവ് എടുത്ത് വെക്കേഷൻ വരികയാണ്, അപ്പൊ അവര് പെർ ഹെഡ് ഒരു 1000 രൂപ കൂടിയാലും കുഴപ്പമില്ല, പോകുമ്പോൾ നല്ല ഓർമ്മകൾ വേണം. അപ്പൊ നമുക്ക് നല്ല ഓർമ്മകൾ കൊടുക്കണമെങ്കിൽ പൈസ കൊണ്ട് മാത്രം കൊടുക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് നല്ല ഫെസിലിറ്റീസും നല്ല മാൻ പവറും നല്ല സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല ഓർമ്മകൾ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ സാർ എനിക്ക് പറഞ്ഞാൽ ഇവിടെ എന്തോ ഉണ്ട്, എനിക്ക് അങ്ങനത്തെ വേറെ ഇവിടെ ഞാനിപ്പോൾ ബാക്കിയുള്ള ദിവസം ഇപ്പോൾ ജസ്റ്റ് വീഡിയോ എടുക്കും അല്ലെങ്കിൽ നിൽക്കുന്നതല്ലാണ്ട് വേറെ അധികം നമുക്ക്, കാരണം എല്ലായിടത്തും കോമൺ തന്നെ. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് വിട്ടു പോകാൻ പറ്റാത്ത എന്തോ ഒരു ഇവിടെ ഒരു ലോക്ക് തന്നെയുണ്ട്. കാരണം ബാച്ചേഴ്സിനാണെങ്കിൽ പോലും ഫാമിലിക്കാണെങ്കിൽ പോലും ഇവിടുത്തെ ആംബിയൻസ് ആണെങ്കിലും പിന്നെ പ്ലസ് അഡ്വഞ്ചേഴ്സ് ആണെങ്കിലും ടർഫ് പോട്ടെ, എനിക്കതിലും ഭയങ്കര കൗതുകം തോന്നിയെന്ന് വെച്ചാൽ
തൊട്ടപ്പുറം ഞാൻ പാലക്കാട് പണ്ട് ഇങ്ങനെ പോണ സമയത്ത് ഇങ്ങനെ ലീവ് പോണ സമയത്തൊക്കെ പാടത്ത് ചെളി കളിക്കണ കണ്ടിട്ടുണ്ട് കുറെ സ്ഥലങ്ങളില്. ഞങ്ങളുടെ എറണാകുളം ഭാഗത്തേക്ക് പാടമൊക്കെ വളരെ കുറവാണ്. അപ്പൊ ഈ ഭാഗത്തേക്ക് വരുമ്പോഴാണ് കൂടുതലും കാണുന്നത്. ആ കളിക്കണ ചെളിയുടെ ഇതുപോലും പണ്ട് ഫുട്ബോൾ പോലും ഇവിടെ ക്രിയേറ്റ് ഭയങ്കര ഗ്രേറ്റ്. അത്രയും ഒരു വിഷൻ ഓറിയന്റഡ് എല്ലാം ചെയ്തേക്കണത്. അതിന്റെ ഒക്കെ ഒരു ബാക്കിലെ ഒരു എന്തെങ്കിലും ഒരു സ്റ്റോറി അല്ല. സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇപ്പൊ നമ്മൾ പലരും ഒബ്സർവ് ചെയ്യുമ്പോൾ ഫോൺ അഡിക്ഷൻ. ഇപ്പൊ എനിക്കും കുട്ടികൾ ഗ്യാപ്പ് കിട്ടിയ ഫോൺ എടുത്തോണ്ടിരിക്കും. നമ്മൾ എന്താ ചെയ്യുക? ഫോൺ യൂസ് ചെയ്യേണ്ടെന്ന് ഓർഡർ ചെയ്യും. നമ്മൾ എന്താ ചെയ്യുന്നത്? ഇത് റീൽ കണ്ടുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ പറയാം നീ ഫോൺ യൂസ് ചെയ്യേണ്ട. അപ്പൊ നമ്മുടെ ചെറുപ്പകാലത്ത് ഫോൺ എല്ലാവരുടെ കയ്യിലും ഇല്ല. നമ്മുടെ പാരന്റ്സും അമ്മാവന്മാരും അയൽപ്പക്കത്തുള്ളവരൊക്കെ നമ്മളെ കളിപ്പിക്കാൻ കൊണ്ടുവരും. ഇപ്പോഴത്തെ പാരന്റ്സിന് അവരും വർക്കിൽ ഭയങ്കര ബിസിയായി. ഫോൺ അഡിക്ഷൻ അതെ. അപ്പൊ നമ്മൾ കുട്ടികൾ കേട്ടല്ല പഠിക്കുക, കണ്ടാ പഠിക്കുക. അപ്പൊ അവരിതാ കാണുന്നത്. അപ്പൊ ഞങ്ങൾ ആലോചിച്ച് ഇവിടെ വരുമ്പോൾ നമുക്ക് ഫോൺ ആരും ഉപയോഗിക്കുന്നുള്ള ഓർഡർ കൊടുത്തുകൊണ്ട് കാര്യമില്ല. കാരണം അത് ജനാധിപത്യ രീതിയല്ല. അവർ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ വേണം. എൻഗേജ് ചെയ്യിപ്പിക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ. ഇപ്പോൾ കുട്ടികളെ ചെളിയിലും മണ്ണിൽ ഇറക്കാതെ വളർത്തിക്കാൻ അവർക്ക് ഇമ്മ്യൂണിറ്റി കുറയും. അപ്പൊ നമ്മൾ ചെറുപ്പകാലത്ത് കളിച്ചുകൊണ്ടിരുന്ന ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ മഴയത്തുള്ള കളികൾ, ചെളിയിലുള്ള കളികൾ, അതെല്ലാം പക്ഷെ അതെല്ലാം പ്രോപ്പർ ഇൻഫെക്ഷൻ ഫ്രീ ആയിട്ടുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. വെൽ മെയിൻറ്റൈൻഡ് ആണ്. അപ്പൊ അതുകൊണ്ട് കുറെ നാടൻ കളികളും അങ്ങനത്തെ അനുഭവങ്ങളും ഗാഡ്ജറ്റിൽ നിന്ന് കുട്ടികളെ കുറച്ച് അകറ്റി നിർത്തി എൻഗേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള കൊണ്ടുവന്ന ഇപ്പോൾ പെറ്റ്സും ആയിട്ടുള്ള കുറെ ഗെയിംസ് ഉണ്ട്. ഇപ്പോൾ പലരും ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്നും ഒക്കെ വരുന്ന ആൾക്കാർക്ക് അവരുടെ ഫ്ലാറ്റുകളിൽ പെറ്റ്സ് അലൗഡ് അല്ല. കുട്ടികൾക്ക് പെറ്റ്സ് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ റിപ്പീറ്ററായിട്ട് ചെയ്യുന്ന ഗസ്റ്റുകൾ പൂച്ച നമ്മളെല്ലാ കെൻഡലിലുള്ള ഡോഗ്സും കാറ്റ്സും ഒക്കെ ഫ്രണ്ട്ലി ഗ്രൂംഡ് ആണ്. അപ്പൊ അവർക്ക് അതിനെ വാക്കിങ്ങിന് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് ഭയങ്കര അവർക്ക് എൻഗേജ്. കാരണം അവർക്ക് പെറ്റ്സിനെ വളർത്താൻ അവർക്ക് ഫ്ലാറ്റിൽ പെർമിഷൻ ഇല്ല. പക്ഷെ ഇവിടെ വന്ന് അതിന്റെ കൂടെ കളിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ കൂടുതലും വന്ന ഗസ്റ്റ് കേരള, തമിഴ്നാട്, പിന്നെ വേറെ എവിടെ നിന്നൊക്കെ വരുന്നത് നമുക്ക് കോയമ്പത്തൂർ അടുത്തായതുകൊണ്ട് നമുക്കൊരു 60% ചെന്നൈ, മധുരൈ, കോയമ്പത്തൂർ, സേലം, ഈറോഡ്, തിരുപ്പൂർ ഭാഗത്തു നിന്നുള്ളതാണ്. പിന്നെ തൃശ്ശൂർ, മലപ്പുറം, എറണാകുളം ഉണ്ട്. ശരിക്കും വന്ന ആൾക്കാർ 100%. ഇപ്പൊ ഞാൻ തന്നെ നമ്മൾ വിളിക്കണോട് ഇതിന്റെ ഫീഡ്ബാക്ക് പറഞ്ഞോണ്ടിരിക്കും. കാരണം റിസോർട്ട് ഒന്നും അല്ലെന്നല്ല പറഞ്ഞത്, ഓരോന്നിനോരോ പ്രത്യേകതകളുണ്ട്. പക്ഷെ ഫാം ടൂറിസം ഉള്ളത് ഭയങ്കര ഒരു ഐഡിയ തന്നെയാണ്. കാരണം ഭയങ്കര ഒരു ഫീൽ തന്നെയാണ്, അങ്ങനെ പറയാൻ പറ്റും. ഇവിടെ മൊത്തം നമുക്ക് സ്റ്റേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ റൂംസ് ഒക്കെ ഉള്ളത് നമുക്ക് പ്രധാനമായിട്ട് 2 കാറ്റഗറിയാണ്. ഒന്ന് പ്രീമിയം കാറ്റഗറിയും എക്കോണമിക് കാറ്റഗറിയും. പ്രീമിയം നമ്മളിപ്പോൾ ഇരിക്കുന്നത് പ്രീമിയം കാറ്റഗറിയിൽ ഒരു 4 കെട്ടാണ്. അതെ, ഇതിനകത്ത് നമുക്ക് 6 റൂംസ് ഉണ്ട്. അതുപോലെ ഒരു റെഡ് ഫോർട്ട് എന്ന് പറഞ്ഞിട്ട് 8 റൂം ഉണ്ട്. അതെല്ലാം ഒരു 4 സ്റ്റാർ ഫെസിലിറ്റീസ് ഉള്ള റൂമാണ്. മിനി ഫ്രിഡ്ജും ബാക്കിയുള്ള ജാഗ്വാർ ഫിറ്റിംഗ്സ്, ബാത്റൂംസും ഒക്കെയുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസ് ആണ്. പിന്നെ ഉള്ളത് ഫാം ഹൗസ് റൂംസ്, ഡോർമെറ്ററി പോലത്തെ, അതും അറ്റാച്ച്ഡ് ബാത്റൂം, AC എല്ലാം ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടാവും. 2 കാറ്റഗറി വെച്ചിരിക്കുകയാണ്. പക്ഷെ വലിയ വ്യത്യാസം. കാരണം കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നത് നേച്ചർ എൻജോയ് ചെയ്യാൻ, റൂമിനകത്ത് സ്പെൻഡ് ചെയ്യുന്നത് 7-8 മണിക്കൂർ ഉറങ്ങാനായിട്ടായിരിക്കും. അതെ, കാരണം റൂമെന്നുള്ളതല്ല പ്രയോറിറ്റി. നല്ല വൃത്തി തന്നെയാണ്. ബാക്കിയെല്ലാം പുറത്ത് ഈ ഒരു കാരണം ഞങ്ങൾ വരെ ഇന്നലെ വന്നിട്ട് ചീന വല ചെയ്ത് മീനെ പിടിച്ച് ഞങ്ങൾ ആക്ടിവിറ്റി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു അനുഭവം ഉണ്ടായത്, ഒരു ഗസ്റ്റ് ഒരു കോയമ്പത്തൂർ ലീഡിംഗ് അഡ്വക്കേറ്റ് ഫാമിലിയാണ്. അവർ 6 വയസ്സുള്ള മോൻ ഫാം തുടങ്ങിയ സമയത്ത്, ടൂറിസം തുടങ്ങിയ സമയത്ത് റിപ്പീറ്റഡ് ആയിട്ട് 2-3 ആഴ്ചകളിൽ വന്നു. അപ്പൊ അന്ന് ഇത്രയും നമ്മൾ എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല. അപ്പൊ ഞാൻ മിക്കവാറും ഗസ്റ്റോട് ഇന്ററാക്ട് ചെയ്യാറുണ്ട്. കാരണം അവരുടെ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കുകൾ നമുക്ക് വളരെ ഗുണപരമാവും. അപ്പൊ എന്താണ് എല്ലാ ആഴ്ചയും വരുന്നതെന്ന് ചോദിച്ചപ്പോൾ അവര് ക്രിക്കറ്റോടെ പറഞ്ഞായിരുന്നു, മോൻ കരുതിയിരുന്നത് ഈ ഭക്ഷണം വരുന്നതൊക്കെ ഏതൊരു ഫാക്ടറിയിൽ ഉണ്ടാക്കി സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്ത് വരുന്നുള്ളതാണ്. അപ്പൊ ഇവിടെ വന്ന് ഈ നെല്ലും ചില സംഭവങ്ങളും ഞാൻ എക്സഗ്രേറ്റ് ചെയ്ത് പറയല്ല, അവര് കണ്ണു നിറഞ്ഞോണ്ട് പറഞ്ഞാണ്. അപ്പൊ ഇവര് വില്ലേജിൽ ജനിച്ചു വളർന്നവര് അഡ്വക്കേറ്റ് ഒക്കെ ആയപ്പോൾ കോയമ്പത്തൂർ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ അവർക്ക് 6 വയസ്സുള്ള മോനായിട്ട് പോലും കൃഷി എന്താണെന്നോ നമ്മൾ കഴിക്കുന്ന സംഭവം എവിടുന്ന് വരുന്നു എന്നുള്ള ഒരു അവയർനെസ് കൊടുക്കാൻ പറ്റാത്തതിൽ അവർക്ക്, കാരണം മോൻ ഇവിടെ വന്ന് പലത് ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഇതെല്ലാം ഇപ്പിടി ഉണ്ടാവുമെന്ന് തമിഴില് പറഞ്ഞു. അതവർക്ക് ഭയങ്കര ഒരു ഐ ഓപ്പണർ പോലെ ആയെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് തോന്നി ഇതിലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, കുറെ പേർക്ക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ. തീർച്ചയായും. ഇപ്പൊ ഇതില് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ പാക്കേജ് കൊടുക്കാറുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വരാം. അതായത് ഇപ്പൊ ഏകദേശം ഒരു ആവറേജ് ഒരു ദിവസം എത്ര പേര് നമ്മൾ ചെയ്യാറുണ്ട്? നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സംഭവമാണ് ഓവർ ബുക്കിംഗ് എടുക്കില്ല എന്നുള്ളത്. ഇപ്പൊ സാധാരണ അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ വിത്ത് ഓൾ റെസ്പെക്ട് ദം അവർക്ക് റിസർവേഷൻ ആവശ്യമില്ല. നമുക്ക് വാക്കിനായിട്ട് പോവാം. ഡേ ഔട്ട് സ്റ്റേക്ക് മാത്രം ബുക്കിങ്ങിന്റെ ആവശ്യമുള്ളൂ. നമുക്കിവിടെ സ്റ്റേക്കും ബുക്കിംഗ് ആവശ്യമാണ്, ഡേ ഔട്ടിന് ബുക്കിംഗ് ആവശ്യമാണ്. നമ്മൾ സാധാരണ ഒരു 220 പേരുടെ കൗണ്ടാണ് ഒരു ദിവസം വെച്ചിരിക്കുന്നത്, ഡേ ഔട്ട് സ്റ്റേയും കൂടെ. അപ്പോൾ വീക്കെൻഡ്സ് ഒക്കെ ആകുമ്പോൾ ഒരു 70-80 പേര് സ്റ്റേ ചെയ്യാനും ഒരു 140-150 പേര് ഡേ ഔട്ടിനും എടുക്കും. അതെല്ലാം ത്രൂ റിസർവേഷൻ ആണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് ഫാമിൽ നിന്ന് മെയിനായിട്ട് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു വലിയ ഫ്രീസർ പോലും ഇല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഹാർവെസ്റ്റ് ചെയ്തത് ഇന്ന് കൺസ്യൂം ആയില്ലെങ്കിൽ അത് വേസ്റ്റ് ആവും. അപ്പോൾ നമ്മൾ ഫുഡ് കമ്പോസിറ്റിലേക്ക് മാറ്റും. അപ്പോൾ പ്രീ ബുക്കിംഗ് ഉണ്ടെങ്കിൽ നമുക്കറിയാം നാളെ എത്ര ഗസ്റ്റ് വരുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഗൈഡ് അലോക്കേഷനും ആക്ടിവിറ്റി അലോക്കേഷനും പിന്നെ നമ്മൾ വീക്കെൻഡ്സിലും റേറ്റ് കുറച്ച് കൂടുതലാണ്. നമുക്ക് അവർ കൊടുക്കുന്ന, അതെ, ഇപ്പൊ തിരുവോണത്തിന് അന്ന് ടൂർ പോകാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. എന്താ വെച്ചാൽ തിക്കും തിരക്കുമായിരിക്കും. നമ്മൾ പറയും തിരുവോണത്തിന്റെ അന്നും
നമ്മൾ ഈ പറഞ്ഞ 220 പേരെ ഇവിടെ എടുക്കുള്ളൂ. എടുക്കുള്ളൂ. അതുകൊണ്ട് പക്ഷേ അന്ന് റേറ്റ് മേ ബി ഒരു 10% അല്ലെങ്കിൽ 50% കൂടുതലായിരിക്കും. പക്ഷെ ക്രൗഡ് ഉണ്ടാവില്ല, പാർക്കിങ്ങിന് അവിടെ ക്രൗഡ് ഉണ്ടാവില്ല, ഫുഡിനോടെ എല്ലാവിടെയും എല്ലാം ഷെഡ്യൂൾഡ് ആയിരിക്കും. അപ്പോൾ അവർക്ക് ധൈര്യമായിട്ട് ഇവിടെ വരാം. അതുകൊണ്ട് ഓവർ ബുക്കിംഗ് ഇപ്പൊ ചില ദിവസങ്ങളൊക്കെ 400-500 പേർക്ക് വരാനുള്ള എൻക്വയറി ഉണ്ട്. ചിലപ്പോൾ തോന്നും ഒത്തിരി ലോണൊക്കെ അടച്ച് പോകാനുണ്ട്, ഒന്ന് എടുത്താലും തോന്നും. പക്ഷെ അപ്പൊ ക്വാളിറ്റി താഴെ പോകരുത്, വരുന്നവർ തിരിച്ചു പോകണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് എടുക്കില്ല. പിന്നെ എനിക്ക് അടുത്തൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ പാലക്കാട് ഇപ്പൊ നിങ്ങൾ അത്യാവശ്യം അറിയപ്പെട്ട ഒരു ഗ്രൂപ്പായിട്ട് തന്നെ മാറിയിട്ടുണ്ട്, ഈ ഫാം ടൂർസ് അറിയപ്പെട്ടിട്ടുണ്ട്. ഇനി വേറെ ഏതെങ്കിലും ഒരു ലൊക്കേഷനിലേക്ക്, അതായത് ഇപ്പൊ കേരളത്തിൽ തന്നെ വേറെ ഏതെങ്കിലും ലൊക്കേഷനിലേക്ക് എന്തെങ്കിലും ഒരു പ്ലാനിങ് ടൂറിസം മേഖലയിൽ ഒരു പ്ലാനിങ് ഉണ്ടോ? സാധാരണ രീതിയിൽ ഒരാളുടെ ഒരു ട്രാവൽ ബേസ് എന്ന് പറയുമ്പോൾ ഒരു 150-200 കിലോമീറ്റർ വരെയൊക്കെ ഒരാൾ ഡ്രൈവ് ചെയ്ത് പോയി എത്തിപ്പെടാൻ നോക്കും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ വേറൊരാൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്വാളിറ്റി കോമ്പറ്റീഷൻ വന്ന് ഈ മാർക്കറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ആവും. ഞങ്ങൾ തന്നെ തൊട്ടടുത്ത് പ്ലാൻ ഇല്ല. കാരണം രണ്ടും തമ്മിലുള്ള ഒരു വേർതിരിവ് അത്ര എളുപ്പമായിരിക്കില്ല. കാരണം പിന്നെ ചില ആൾക്കാർക്ക് ഇപ്പം നമുക്ക് പാലക്കാട് നിന്ന് വരുന്ന കസ്റ്റമർ ബേസ് റിലേറ്റീവ്ലി കുറവാണ്. കാരണം ആൾക്കാർക്ക് ഒരു 2 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്ത് പോയാലും ടൂറായിട്ട് പലപ്പോഴും തോന്നുന്നു, അല്ലെങ്കിൽ ഡേ ഔട്ട് വരാറുണ്ട്. ഇപ്പോൾ 1-2 പ്ലാൻ ഉള്ളത് ഇപ്പോൾ ചെന്നൈയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ ചില എൻക്വയറീസ് ഉണ്ട്. ഇപ്പോൾ തമിഴ് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ അവർക്ക് അവിടെ ഫാം ലാൻഡ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു 2-3 ഇയേഴ്സ് കൊണ്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് അഗ്രികൾച്ചർ ഡെവലപ്പ് ചെയ്യുക, ഒരു ഓർഗനൈസേഷൻ കൾച്ചർ ഡെവലപ്പ് ചെയ്യുക. അപ്പൊ അങ്ങനത്തെ ചില ഡിസ്കഷൻസ് ഉണ്ട്. അപ്പൊ ഞാൻ കുറച്ച് സ്ഥലങ്ങൾ ഓൾറെഡി വിസിറ്റ് ചെയ്തിരുന്നു. ഇപ്പൊ എന്റെ ഈ വീഡിയോ കാണുന്ന കമ്മ്യൂണിറ്റിക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഫാം ഉണ്ടെന്നുണ്ടെങ്കിൽ സാറായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നതാണോ പറഞ്ഞത്? അതെ, നമ്മള് ബേസിക് ആയിട്ടുള്ള ഫാമിംഗ് രീതിയിലുള്ളതാണ്. ഇപ്പൊ ഞാൻ ഫാമിംഗിൽ എക്സ്പെർട്ട് അല്ല, ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫാദർ എക്സ്പെർട്ട് അല്ലാന്നേ പറയുള്ളൂ. കാരണം ഫാദറിന് അറിവുള്ളത് കൊണ്ട് പുള്ളിക്കറിയാം ഇനിയും വലിയൊരു മല കയറാനുണ്ട് കൃഷിയെക്കുറിച്ച് മുഴുവൻ പഠിക്കണമെങ്കിൽ. പക്ഷെ പുള്ളിക്ക് അറിയുന്ന കാര്യങ്ങള് പുള്ളി കൃത്യമായിട്ട് പറയും. പക്ഷെ ആർക്കും ഫാൾസ് കമ്മിറ്റ്മെന്റ് പപ്പ കൊടുക്കാറില്ല. കാരണം പപ്പയുടെ അനുഭവത്തിൽ നിന്ന് കൃഷി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലാഭകരമല്ല. ഫാം ടൂറിസം ടൂറിസത്തിൽ വാല്യൂ ഇപ്പൊ നമ്മൾ തേങ്ങ ഇപ്പൊ കൊടുക്കുന്നത് കുറച്ചിട്ട് നമുക്ക് ചക്കിലാട്ടുന്ന യൂണിറ്റ് ഉണ്ട് ഇവിടെ, അത് വെളിച്ചെണ്ണയ്ക്ക് കൊടുക്കുമ്പോൾ വാല്യൂ അഡീഷൻ ആണ്. അതുപോലെ മഷ്റൂം ഫാമിംഗ് ഇവിടെ ഉണ്ട്. നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് പുറത്ത് കൊടുക്കുമ്പോൾ ഇപ്പൊ 80-100 രൂപ പോലും ബൾക്കിൽ കിട്ടില്ല. നമ്മളത് ഇവിടെ ഫാം ഫ്രഷ് കൗണ്ടറിൽ കൊടുക്കുന്നുണ്ട്, ഡെസേർട്ട് ഉണ്ടാക്കുന്നുണ്ട്, വെൽക്കം ഡ്രിങ്ക് ഉണ്ടാക്കുന്നുണ്ട്. അതെ, ഓരോ സീസൺ ഇതുപോലെ ഓരോ ഫ്രൂട്ട്സ്. ഇപ്പൊ നമ്മളൊരു ഫിഷ് മീൻ, ഇപ്പൊ എനിക്ക് പണ്ട് പോലെ ഈ ഫിഷ് ഫാമിംഗ് ഭയങ്കര ക്രേസ് ആയിരുന്നു. നമ്മൾ മീൻ എങ്ങനെയാണെങ്കിലും മേക്കിംഗ് കോസ്റ്റ് 75-80 രൂപയോളം വരും. കൊടുക്കുമ്പോൾ 100 രൂപ കിട്ടുള്ളൂ ബൾക്കായിട്ട് കൊടുക്കുമ്പോൾ. ഒട്ടും ലാഭമല്ല. നമ്മൾ ടൂറിസത്തിൽ നമ്മൾ മീൽസിൽ അത് ആഡ് ചെയ്യുമ്പോൾ ഒരു 3-4 ഇരട്ടി നമുക്ക് അതിൽ നിന്ന് കിട്ടും. അതിലിപ്പോൾ ലേബറും മാരിനേഷൻ എക്സ്പെൻസ് ഒക്കെ ഉണ്ടെങ്കിലും വാല്യൂ ആഡഡ് നമുക്കതിൽ ലാഭകരമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഫാം ടൂറിസം ഉറപ്പായിട്ടും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ഇടപെടും, കൺസൾട്ടേഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാർ ഓൾമോസ്റ്റ് നമ്മുടെ വീഡിയോ കഴിയാറായി. അപ്പോൾ അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ടപ്പിലേക്ക് വരുന്ന വ്യക്തികൾക്ക് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ ചോദിക്കാറുണ്ട്. കാരണം ഞാനൊരു സംരംഭം നമുക്ക് ആഗ്രഹിക്കുന്ന വ്യക്തി തന്നെയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെറിയൊരു മുമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ പോലെ ഒരു ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ടൂറിസത്തിലേക്ക് വന്ന വ്യക്തികൾക്ക് സാറിൻ്റെ ഒരു വിജയത്തിൻ്റെ ഒരു രഹസ്യമായിട്ടൊരു അഡ്വൈസ് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഞാൻ ഒരു അഡ്വൈസ് കൊടുക്കാൻ ഞാനും ഇപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അഡ്വൈസ് ചെയ്യേണ്ട ലെവലിലേക്ക് ആയിട്ടില്ല. എന്നാലും എൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസിൽ തോന്നിയിട്ടുള്ളത്, നമുക്ക് ഒരുതരം ഭ്രാന്ത് വേണം. ഭ്രാന്ത് കേൾക്കുമ്പോൾ ചിരി വരും. ഞാൻ OCD ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്നിട്ടില്ലേ, മറ്റേ ഒബ്സഷൻ എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തോടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം. അത് ബാക്കിയുള്ളവർ നോക്കുമ്പോൾ അവർക്ക് ഇയാൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് തോന്നുമായിരിക്കും. അതിനെക്കുറിച്ച് നിങ്ങൾ വറീഡ് ആവാനേ പാടില്ല. കാരണം ടൂറിസത്തിന്റെ സ്റ്റാർട്ടപ്പ് പറയുകയാണെങ്കിൽ ഗസ്റ്റ് എക്സ്പീരിയൻസിന് വേണ്ടി നമ്മൾ ഏതറ്റം വരെയും ചെയ്യണം. അതെ, അത് ചിലപ്പോൾ ബാക്കിയുള്ളവർക്ക് തോന്നും നമ്മളെന്താണ് ഇങ്ങനെ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ എക്സാമ്പിൾ എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന ഒരു സംഭവമാണ്, ഇപ്പോൾ 100 ഗസ്റ്റ് വന്നു, അത് 99 പേര് ഹാപ്പിയാണ്. ഒരാൾക്ക് ചെറിയൊരു അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കത്തില്ല. കാരണം ഞാൻ സാറിൻ്റെ കോട്ട് ഞാൻ ഓഫീസിൽ കണ്ടിരുന്നു, ഫ്രണ്ട് ഓഫീസിൽ ഉണ്ടായിരുന്നു. അതായത് ഗസ്റ്റിന് ഒരു ബുദ്ധിമുട്ട് വരും, നമുക്ക് നമ്മുടെ ഉറക്കം കിടത്തുണ്ടെങ്കിൽ അത് നമ്മളുടെ ഒരു പരാജയമാണ്. അങ്ങനെ എന്തൊരു ഉദ്ദേശിച്ചിരിക്കുന്നത്, ഇപ്പം നമ്മളെ കൊണ്ടാവുന്ന ചില കാര്യങ്ങൾ ഗസ്റ്റിന് ചെയ്യാമായിരുന്നു, അത് ചെയ്യാതിരുന്നിട്ട് ഒരു ഗസ്റ്റ് അൺഹാപ്പി ആയിട്ട് പോകുന്നത് നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിയായ പാതയിലാണ്. കാരണം ഇപ്പൊ നിങ്ങൾ ഉറക്കം കെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിയായ പാതയിലാണ്. അതായത് ഇപ്പോ നല്ല ചൂട് കാലത്ത് ഇവിടെ വന്നു, തനിമേൽ പൊതുവെ ചൂട് കുറവുണ്ട്, ഈ ഗ്രീനറി ഉള്ളതുകൊണ്ട്. അപ്പൊ എന്നാലും ചിലർ വേർത്തു എന്ന് പറഞ്ഞു, നമുക്ക് പ്രത്യേകിച്ച് ഒരുപാടൊന്നും ചെയ്യാനില്ല. അതേസമയം ഒരു ഗസ്റ്റ് ഇതിൽ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് മഴ പെയ്തു, ഗൈഡിന്റെ അടുത്ത് കോട്ടോ അല്ലെങ്കിൽ കൊണ്ടുകൊടുക്കണമെന്നുണ്ട്, കൊടുക്കാൻ ഗസ്റ്റ് മഴ നനഞ്ഞു, അത് നമ്മുടെ ഉറക്കം കെടുത്തണം. കാരണം അത് നമുക്ക് പ്രിപ്പയർ ചെയ്യാമായിരുന്നു. അപ്പൊ ഹോസ്പിറ്റാലിറ്റിയിൽ അല്ലെങ്കിൽ ടൂറിസത്തിൽ ഗസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അൾട്ടിമേറ്റ്. അതിനുവേണ്ടി ഏതറ്റം വരെയും നമ്മൾ അതുകൊണ്ട് അതിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം മാറ്റി വെച്ച് അതിലേക്ക് ഏതറ്റം വരെയും പോകേണ്ടതായിട്ട്. ടൂറിസത്തിൽ സാറിൻ്റെ ഒരു മെയിൻ അഡ്വൈസ് എന്ന് വെച്ചാൽ നമ്മൾ ഗസ്റ്റ് എക്സ്പീരിയൻസ് എന്നുള്ളത് ഏറ്റവും മാക്സിമത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കാന്നുള്ളത്. അതെ, ഈ ഗസ്റ്റ് എക്സ്പീരിയൻസ് ഒരു സിംഗിൾ വേർഡായിട്ട് തോന്നുമെങ്കിലും ഗസ്റ്റ് എക്സ്പീരിയൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഗസ്റ്റ് ഫോൺ ചെയ്യുമ്പോൾ ഫോൺ എടുക്കുന്നത് മുതൽ
അവിടെ വരുമ്പോൾ സെക്യൂരിറ്റി എങ്ങനെ പാർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, സെക്യൂരിറ്റി തിരിച്ചുകൊണ്ട് എങ്ങനെ സ്വീകരിക്കുന്നു, ഫ്രണ്ട് ഓഫീസിൽ എത്ര സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ പറ്റുന്നു, ഗൈഡ് എങ്ങനെ റിസീവ് ചെയ്യുന്നു, ഫുഡ് എങ്ങനെ സെർവ് ചെയ്യുന്നു, അവരെ റൂമിലേക്ക് എങ്ങനെ റൂമിൽ കയറുമ്പോഴുള്ള ആംബിയൻസ്, അതിന്റെ ക്ലീൻനെസ്, ഓരോ മേഖലകളിലും ഒരു 15-20 ടച്ച് പോയിന്റ്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ എല്ലാ ടച്ച് പോയിന്റ്സിലും എക്സലൻസിയിലേക്ക് എത്തിയാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന എക്സ്പീരിയൻസിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഈ ഇതിലിപ്പോൾ എനിക്ക് പറയാന്ന് വെച്ചാൽ ഞങ്ങള് വന്ന വഴി, ഞങ്ങള് തനിമയിലേക്ക് വന്ന വഴിയായിട്ട് ഒരു 1 hour ഞങ്ങൾ എറണാകുളത്ത് യാത്ര തിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വിളി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അടക്കം ഞങ്ങൾക്ക് ഇവിടുത്തെ ഗസ്റ്റ് മാപ്പിൽ ഫോർവേഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത്രയും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയ മുതലേക്ക് ഇറങ്ങി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അത്രയും ഗ്രേറ്റ് ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പൊ സാറിന് എനിക്ക് വേറൊരു ഇപ്പൊ വന്നൊരു ചോദ്യമായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളെല്ലാവരും, ഞാനിവിടെ വന്നത് പോലും എനിക്ക് എൻ്റെ ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം എനിക്ക് ചെറിയില്ല എൻ്റെ പ്രോപ്പർട്ടികൾ ഞാൻ ഫോക്കസ് ചെയ്യുന്ന പ്രോപ്പർട്ടികൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ആഗ്രഹിച്ച് ഇവിടെ എത്തിയത്, ഇവിടെ നിന്ന് എന്ത് കോപ്പി ചെയ്യാൻ പറ്റുന്ന ആഗ്രഹിച്ചിട്ടുണ്ടായി. അതുകൊണ്ട് സാർ ഇതേപോലെ ഇപ്പോൾ ഇയർലി നമുക്ക് എത്രത്തോളം യാത്ര സാറ് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്? ഞാൻ പേഴ്സണലി അതിൽ 2 വശമാണ്. ഒന്ന്, ഞാൻ ഈ നേരത്തെ മെഡിക്കമി വർക്ക് ചെയ്യുമ്പോൾ ഇന്ത്യ സൗത്ത് ഏഷ്യ സെയിൽസിന്റെ ഇൻചാർജ് ആയിരുന്നു. അങ്ങനെ വർക്കുകളായിട്ട് കുറെ ട്രാവൽ ചെയ്യായിരുന്നു. അതല്ലാതെ ഒരു 15ഓളം രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. എല്ലാം 3-4 വർഷത്തിലെങ്കിലും ഒരു ട്രാവൽ ഉണ്ട്. അത് ഒന്നൊരു റിലാക്സേഷൻ, പിന്നെ നമുക്ക് എക്സ്പീരിയൻസ് കൂടുതലാവും. അപ്പൊ ഇതിലെ പല സംഭവങ്ങളും ഗസ്റ്റുകൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഫാമിലി സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ട്രാവൽ ചെയ്തിട്ട് കോപ്പി ചെയ്ത, കാരണം കോപ്പി ചെയ്യുന്നതിന് വലിയ തെറ്റൊന്നുമില്ല. കാരണം നല്ലൊരു അനുഭവം ഗസ്റ്റിന് കൊടുക്കാനായിട്ട് ആവുന്നില്ല. അപ്പൊ ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്ന വേറൊരു ഗുണം, നമുക്ക് ഡൈവേഴ്സിറ്റിയുടെ ഒരു ഇൻക്ലൂഷൻ ആൻഡ് ഡൈവേഴ്സിറ്റിയുടെ ഇമ്പോർട്ടൻസ് പിടുത്തം കിട്ടും. അതായത് നമുക്ക് ചില ഫിലോസഫികൾ പേഴ്സണൽ ലൈഫിൽ ഉണ്ടാവുമായിരിക്കും. നമ്മൾ ടൂറിസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കോമൺ പ്ലേസ് ആണ്. പല മതത്തിലുള്ളവരുണ്ടാവും, പല കൾച്ചറിലുള്ളവരുണ്ടാവും, പല ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങൾ വൈകല്യങ്ങളുള്ളവരുണ്ടാവും. അപ്പോൾ നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഇവരെല്ലാവരും ഉൾക്കൊള്ളാൻ പറ്റുന്നതിലേക്ക് നമ്മൾ നടത്തുന്ന ഒരു ടൂറിസമാണ്. അപ്പോൾ അതിന് നമ്മൾ ഇത് നമുക്ക് കുറെ ഐഡിയാസ് കിട്ടുക കുറെ ട്രാവൽ ചെയ്യുമ്പോഴായിരിക്കും. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നു സാർ ഇത് എത്ര കൊല്ലം ഈ ഒരു പ്ലോട്ട് ബൈ ചെയ്തത് നമുക്ക് ഈ ലാൻഡ്? ഇത് 15 വർഷത്തോളമായി ഈ സ്ഥലം പലപ്പോഴായിട്ട് പപ്പയുടെ മമ്മിയുടെ കയ്യിൽ കിട്ടിയിട്ട് അവർ അതിൽ പ്ലാന്റേഷൻസ് ഒക്കെ ടൂറിസം മൈൻഡിൽ ഇല്ലെങ്കിലും പല സ്ഥലത്തുനിന്നും ചെടികൾ മേടിച്ച് പ്ലാന്റ് ചെയ്യുന്നു. അത് നല്ല രീതിയിൽ ചെയ്തു. അതുകൊണ്ട് ഒരു 3 വർഷം മുമ്പാണ് നമുക്ക് ടൂറിസം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത്. ഒരു 15 കൊല്ലം മുമ്പ് ഒരു കാലി ലാൻഡ് കിട്ടിയിട്ട്, കാലി പറമ്പാട് കിട്ടിയിട്ട് അതിൽ കൃഷി ചെയ്ത് പയ്യെ ഗ്രോത്ത് ഉണ്ടാക്കിയിട്ട് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഏകദേശം 3 വർഷം കൊണ്ട് ടൂറിസത്തിൽ ഇന്ന് പാലക്കാട് ആയിക്കോട്ടെ, ഓൾ ഓവർ എന്താ പറയാ ഇന്ത്യ അല്ലെ, പക്ഷെ എടുത്ത് തന്നെ പറയാൻ പറ്റും, എല്ലാ സ്ഥലത്തു നിന്നും ജനങ്ങൾ ഓടി അവർ റിലാക്സേഷൻ എത്തിക്കൊണ്ടിരിക്കുന്ന തനിമയിലാണ് നമ്മൾ ഇന്നുള്ളത്. കാരണം ഒരുപാട് ഹാപ്പിയാണ്. കാരണം ഞാനടക്കം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്, കാരണം എൻ്റെ വന്ന ഗ്രൂപ്പ് അടക്കം ഒരുപാട് ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഒരു വലിയൊരു ഹാപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടോ നിങ്ങൾക്ക് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അവിടെ നിന്ന് മൈൻഡൊക്കെ റിലാക്സ് ചെയ്ത്, ശരിക്കും പറഞ്ഞാൽ ഞാൻ വന്നിട്ട് ഒരു ഫോണേ നോക്കിയിട്ടില്ല കേട്ടോ. കാരണം വന്ന അത്ര ഇവിടുത്തെ ഗൈഡിന് ഒരു പ്രത്യേകത ഉണ്ട്, അവർ നമ്മളെ കൊണ്ടിടക്കേ. കാരണം നമുക്കൊരു സമയം പോലും ഗ്യാപ്പ് വരാണ്ട് സാർ ഇത് അങ്ങനെ ഉണ്ടാവും, ഇതിന്റെ എക്സ്പീരിയൻസ് ഉണ്ടാവും, നമുക്കെന്നെ എക്സൈറ്റ്മെന്റ് തന്നെ. നിങ്ങൾ അത് ചെയ്താൽ അവിടെ പോയി കഴിഞ്ഞാൽ ഇതുണ്ടാവും, നിങ്ങൾ ഫുഡ് കഴിച്ചാൽ നിങ്ങൾക്ക് ഇതുണ്ടാവും. ഓരോ സമയത്ത് ഇവർ നമുക്ക് ഓരോ എക്സൈറ്റ്മെന്റ് എന്താ ഇങ്ങനെ നമ്മൾ കൊണ്ടുപോയി ഇതുവരെ ഈ നിമിഷം വരെ ശരിക്കും പോവാന്ന് തോന്നില്ല, അത്ര അധികം ഹാപ്പിയാണ്. ശരിക്കും നമ്മൾ സിനിമയിലെ കാണുന്ന പോലെ പാലക്കാട് ചിലർക്ക് ആഗ്രഹം ഉണ്ടാവും, പാലക്കാട് ഒരു സ്ഥലം വാങ്ങിച്ച് അതിൽ ചെറിയൊരു കുളം പണിത് അതിൽ ചെറിയ വീട് വെച്ച് അവിടെ ഫാമിലി ആയിട്ട് കുറച്ച് ദിവസം എന്ത് ചെയ്യണം, പോയിട്ട് സ്റ്റേക്കേഷൻ ചെയ്ത് തന്നെ. ശരിക്കും അതിന് പറ്റിയ സ്ഥലം തന്നെ തനിമ, അത്രയും ഗ്രേറ്റാ. അതെ, ഞങ്ങൾ അതിന്റെ കൂടെ വിട്ടുപോയൊരു പോയിന്റ്, ഒരു പാലക്കാട് ടൂറിസം സർക്യൂട്ട് ഞങ്ങൾ ചില ടൈപ്പ് ചെയ്ത് പ്ലാൻ. കാരണം ആൾക്കാർക്ക് മേ ബി ഞങ്ങൾ സ്വയം ഒരുപാട് പുകഴ്ത്തരുത്, അതുകൊണ്ട് പറയണം 2-3 ദിവസത്തേക്കുള്ള നിന്ന് കഴിഞ്ഞാൽ ബോറടിക്കാൻ സാധ്യത. കാരണം ചിലപ്പോൾ ഫുഡിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടാവണമെന്നില്ല. പക്ഷെ പലർക്കും ഈ നേച്ചർ എൻജോയ് ചെയ്യാൻ വരുന്നവരുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു 5 ദിവസത്തെ പാലക്കാട് ടൂറിസം സർക്യൂട്ട്. അപ്പോൾ അത് ഞാൻ എറണാകുളത്ത് പോയപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഋഷിരാജ് സിംഗ് സാറിനെ കണ്ടിരുന്നു ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ. അദ്ദേഹം ഈ ഐഡിയ ഉള്ള ആളാണെന്നൊരു വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ പുള്ളി ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊരു സർക്യൂട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് തനിമയിൽ സ്റ്റേ ചെയ്തുകൊണ്ട് തന്നെ ഒരു 2 ദിവസം തനിമ, ഇവിടുത്തെ എക്സ്പീരിയൻസ്, ഫുഡും ഫാമിങ്ങും ആക്ടിവിറ്റീസും ആയുർവേദം ഒക്കെ ആയിട്ട് പോവാം. പിന്നെ 3-ാമത്തെ ദിവസം അവർക്ക് കൊല്ലങ്കോട് ഗ്രാമം, ഇവിടുന്ന് 20 മിനിറ്റേ ഉള്ളൂ. ഇന്ത്യയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ വില്ലേജുകളിൽ ഒന്നാണ്, 10 വില്ലേജുകളിൽ ഒന്നാണ് കൊല്ലങ്കോട് ഗ്രാമവും. അത് വിസിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഹാഫ് ഡേ. പിന്നെ അവർക്ക് ഹാഫ് ഡേ തിരിച്ചു ഇവിടെ വന്ന് ഫുഡ് കഴിച്ച് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാം. 5 ദിവസത്തെ ഒരു പ്ലാനിംഗ് പോലെ. അതിന് കൂടെ തന്നെ നമുക്ക് ഇവിടെ ഒറ്റപ്പാലത്തെ മാനകൾ, വരിക്കാശ്ശേരി മാനകൾ പോലുള്ള കുറെ മാനകളുണ്ട്, അത് വിസിറ്റ് ചെയ്യാനായിട്ട് ഒരു ദിവസം. പിന്നെ പാലക്കാട് കോട്ട, മലമ്പുഴയിലെ കവ, ഇങ്ങനത്തെ കുറെ അൺഎക്സ്പ്ലോർഡ് ഏരിയാസ് ഉണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ഒരു നെയ്ത്ത് ഗ്രാമം ഉണ്ട്. പിന്നെ നമുക്കിപ്പോൾ തമിഴ്നാട് പോകണം ഇഷ യോഗ, ഇവിടുന്ന് 1.5 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ ഒരു 5 ദിവസത്തെ പാക്കേജിൽ ഈ ഒരു സർക്യൂട്ട് ഫോം ചെയ്ത് ഫുൾ എക്സ്പീരിയൻസ് പോകുന്ന പോലത്തെ ഒരു സർക്യൂട്ട് ഇപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നുവെച്ചാൽ നമുക്കും ഗുണമുണ്ടാവും, ആ ഭാഗത്തുള്ള ടൂറിസവും ഡെവലപ്ഡ് ആവും. അപ്പോൾ തനിമയുടെ അടുത്തൊരു ഫ്യൂച്ചർ പ്ലാനിങ് ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോസിൽ തീർച്ചയായിട്ടും കാണാൻ ആഗ്രഹിക്കുന്നു, ഇനിയും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി.
അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഇനി ആഗ്രഹിക്കണമെങ്കിൽ മറ്റൊരു ഫാം സ്റ്റേ അല്ലെങ്കിൽ മറ്റൊരു ആഗ്രഹിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. സാറിൻ്റെ ഇതിൽ നല്ല ഫ്രണ്ട്സ് കാര്യങ്ങൾ റിസോർട്ട് മേഖല ബന്ധപ്പെട്ട്, കാരണം എനിക്ക് ഇത് കൂടുതൽ പഠിക്കാനും സംസാരിക്കാനും ഇഷ്ടമുള്ള ആൾ തന്നെയാണ്. അപ്പോൾ സാറിൻ്റെ ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യുക, സജസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ ഞാൻ ബുക്കിംഗ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. ഞാൻ 100% ഗ്യാരണ്ടി തരുന്നു, അത്രയും പെർഫെക്റ്റ് സ്റ്റേ ആണ് നമ്മുടെ ഈ ഒരു തനിമ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ഒരു പേജ് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇത്രയും നമുക്ക് പ്രോഗ്രാം കാണുന്നവർക്ക് പറ്റുന്നവർക്ക് എല്ലാവർക്കും എളിമയായിട്ട് രീതിയിലുള്ള സഹായവും അല്ലെങ്കിൽ കൺസൾട്ടേഷനോ നമ്മൾ ചെയ്യാറ്. ഞാനിത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറേ റിസോർട്ട് ഓണേഴ്സൊക്കെ കുറേ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അഡ്വൈസ് ചോദിച്ചപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചാൽ അതുകൊണ്ടാണ് ഇത് ഡെവലപ്പ് ആയത്. അപ്പോൾ എന്ത് അഡ്വൈസും തീർച്ചയായിട്ടും നമ്മളെ ആവുന്ന രീതിയിൽ ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരോടും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ ഈ പ്രോഗ്രാം അതിൻ്റെ പേരുന്നു. താങ്ക് യു.